ഡോക്ടർ എ സമ്പത്ത് നോക്കുക, താങ്കളും ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തൽപരനല്ല എന്നുള്ളത് എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പല ആളുകൾക്കും താല്പര്യമില്ലാത്തത് തന്നെയാണ്, പല നേതാക്കന്മാർക്കും. പക്ഷെ നോക്കൂ, നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട, ഇപ്പോഴും പുറത്താക്കിയിട്ടില്ലാത്ത ഒരു കോൺഗ്രസ് MLA ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട്, അത് പോലീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു. MLA കാണാനില്ല, ആ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നു. എത്ര ദിവസങ്ങളായി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നു. അവസാനം സഹികെട്ട് മുരളീധരനും രമേശ് ചെന്നിത്തലയും VD സതീശൻ പരോക്ഷമായിട്ടുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോഴും പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഡോക്ടർ ലാല് കോൺഗ്രസിൻ്റെ സഹയാത്രികൻ എന്നാണ് ശ്രീകുമാർ ചേട്ടനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു നല്ല ഉറച്ച കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിൻ്റെ അതിൻ്റെ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അത് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാം, ശ്രീ ജയചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ളവരുടെയും നമ്മുടെ പ്രേക്ഷകരുടെയും ശ്രദ്ധ കൃത്യമായൊരു 30 കൊല്ലം പിന്നിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഈ കാര്യത്തിൽ. 1995 ആണ്ട് ജൂലൈ മാസം 2-ാം തീയതി 29 വയസ്സുള്ള ഒരു യുവതി, അവരുടെ പേര് നയന സാഹിനി എന്നായിരുന്നു. സാഹിനി എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ശരീരം കഷണങ്ങളാക്കി നുറുക്കി ആ ശരീരം ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് വീഴുന്ന അകലത്തിൽ മാത്രമുണ്ടായിരുന്നു അന്നത്തെ ഹോട്ടൽ കനിഷ്ക. പിന്നീട് അത് വിൽക്കപ്പെട്ടു. അന്ന് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥലവും കെട്ടിടമൊക്കെയാണ്. അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. പിന്നീട് അത് കഴിഞ്ഞ് ഹോട്ടൽ ഷാങ്ക്രിയിലെ, അങ്ങനെ പല പേരുകളിലൊക്കെ ആയി. ഇപ്പോൾ പലരുടെ കൈകളിലേക്കൊക്കെ പോയി. അങ്ങനെ ഒരു ഹോട്ടൽ തന്നെ ഇപ്പോൾ ഇല്ല. അവിടെ നിന്ന് സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഏതാണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഏതാണ്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വല്ലാത്ത ഗന്ധം അവിടുത്തെ തണ്ടൂരിയുടെ അടുപ്പിൽ നിന്ന് വന്നു. അവിടെ ടാക്സി സ്റ്റാൻഡിനടുത്ത് ഒരു കറുത്ത ഒരു മെല്ലിച്ച സ്ത്രീ, ഈ പഴങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള ബീഹാറിൽ നിന്ന് അവിടേക്ക് കുടിയേറിയ ഒരമ്മ, ഇങ്ങനെ എന്തൊക്കെയോ പുക, ഈ മണം, ഇങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് സംശയം തോന്നിയിട്ട് ബീറ്റ് പോലീസുകാരനായി വന്ന ഡൽഹി പോലീസിലെ അയാളൊരു മലയാളി, എൻ്റെ പേര് എനിക്ക് എൻ്റെ ഓർമ്മ നസീർ കുഞ്ഞെന്നോ മറ്റോ ആണ്. അയാൾ കൊല്ലം സ്വദേശിയായിരുന്നു. ബായ് സാബ് ഇതർ അയ്യേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ നിന്ന് പുക വരുന്നുണ്ട്, വല്ലാത്ത നാറ്റമാണ് എന്ന് പറഞ്ഞു. മൊബൈലൊന്നും അങ്ങനെ വ്യാപകമായിട്ടില്ലാത്ത കാലമാണ്. 1995 ജൂലൈ മാസം 2-ാം തീയതി രാത്രിയോടടുക്കുമ്പോഴാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുമ്പോൾ ഗേറ്റെല്ലാം പൂട്ടിയിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല, വല്ലാത്ത പുക വരുന്നു, ഇത് അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അവിടുത്തെ പാറാവുകാരൻ, അങ്ങനെ അദ്ദേഹം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയക്കുന്നു. പോലീസ് വരുന്നു. തണ്ടൂരി അടുപ്പിൽ നിന്നാണ്, തണ്ടൂരി കത്തിച്ചതിൻ്റേതായിട്ടുള്ളതാണ്, അത് കോഴി കരിഞ്ഞതായിരിക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ പോലീസ് എന്തായാലും ഇയാളുടെ നിർബന്ധം കാരണം, ഈ മലയാളി ഉദ്യോഗസ്ഥൻ്റെ നിർബന്ധം കാരണം അവരകത്ത് പ്രവേശിച്ച് അവിടെ നിന്ന് തോണ്ടിയെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം നുറുക്കപ്പെട്ടതായിട്ടുള്ളത്, അത് വെന്ത് ഉരുകി തുടങ്ങിയത്, അസ്ഥികൾ പോലും അപ്പോഴേക്കും ഉരുകി തുടങ്ങിയിരുന്നു. അതൊരു യുവതിയുടേതായിരുന്നു. ആ യുവതിയുടെ പേര് നയന സാഹ്നി എന്നായിരുന്നു. ആ യുവതിയുടെ പങ്കാളി, അദ്ദേഹത്തിൻ്റെ പേര് സുശീൽ ശർമ്മ എന്നായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിവുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധമെല്ലാം വ്യക്തിപരമായ കാര്യം, അവരുടെ വ്യക്തിപരമായ സ്വകാര്യതയാണെങ്കിലും നടന്നിട്ടുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിന് കാരണമായി മാറിയത് ഈ പെൺകുട്ടി, യുവതി ഗർഭിണിയായിരുന്നു എന്നതും, ഇപ്പറയുന്ന പ്രതി ഈ ഗർഭം അലസിപ്പിക്കാനായി പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതും, അവർ ആ ഗർഭം അലസിപ്പിക്കാൻ തയ്യാറായില്ല, തന്നെ വിവാഹം കഴിക്കണമെന്ന് ശാഠ്യം പിടിച്ചിരുന്നു എന്നുള്ളതും, അതിനെ തുടർന്ന് പകപോക്കിയതാണ് എന്നുമുള്ളത്. ഇപ്പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായി കേസും അന്വേഷണവും എല്ലാം വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ പറഞ്ഞത്, തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പലരെ പറ്റിയും ആരോപണങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. 1996 11-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് എന്ന് അന്നത്തെ പ്രതിപക്ഷത്തിനെതിരായി പല കാര്യങ്ങളും പറഞ്ഞു. തീരുന്നില്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രതിയെ ഡൽഹിയിലെ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ
ശിക്ഷിച്ചു. സംശയാതീതമായി പ്രോസിക്യൂഷൻ ഈ കേസ് തെളിയിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ ഈ കൊലപാതക കേസിന് ശിക്ഷിച്ചു. അപ്പീൽ പോയി. ഡൽഹി ഹൈക്കോടതി അപ്പീൽ തള്ളി. സുപ്രീം കോടതി ഈ വധശിക്ഷ, പ്രതിക്കുള്ള വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു എന്നുള്ളത് മാത്രമാണ് ആകെ നടന്നത്. ആരായിരുന്നു പ്രതി? ആരായിരുന്നു കൊലപാതകി? എന്തായിരുന്നു കാരണം? ആ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയെല്ലാം നടന്നു? ഇന്നേക്ക് 30 വർഷം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഡൽഹിയിൽ അങ്ങനെ നടത്തിയതായ കാര്യം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ആസ്ഥാനം എന്നുള്ളത് അവിടെ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ അവരുടെ ഈ ഭവനം, അവരുടെ ഈ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബംഗ്ലാവുകൾ, അതൊക്കെ പലപ്പോഴും പാർട്ടി ഓഫീസുകൾ, ബഹുജന സംഘടന, പോഷക സംഘടന ഓഫീസുകൾ ഒക്കെ ആയി പ്രവർത്തിക്കും. അവിടെ അശോക റോഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പാർലമെൻറ്റ് അംഗം കോൺഗ്രസിൻ്റെ നേതാവിന് ലഭിച്ചിരുന്നതായിട്ടുള്ള ബംഗ്ലാവായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരം. ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദശാബ്ദങ്ങളോളം അങ്ങനെയായിരുന്നു. ഞാനിവിടെ പോയിട്ടുള്ള ആളാണ്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ആ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം അടക്കം കഴിച്ചിട്ടുള്ള ഒരുപാട് പേര്. അപ്പോൾ ആ ഓഫീസ് പടിക്കലേക്ക് മാർച്ച് നടന്നു. പല വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അതുപോലെ മഹിളാ സംഘടനകളുമല്ല. അന്നും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലുള്ള വാചകങ്ങളാണ് 30 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞത്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാനിവിടെ ഇപ്പോൾ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഏതെങ്കിലും ഒരു MLA യുടെ, ബഹുമാനപ്പെട്ട എന്ന് തന്നെ പറയുന്നത്, ജനപ്രതിനിധികൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്. തെറ്റ് കണ്ടാൽ തിരുത്തണം. സ്വയം തിരുത്തിയില്ല എങ്കിൽ ആ തെറ്റ് അവരെ കൊണ്ട് നേതാക്കൾ തിരുത്തിക്കണം. തെറ്റു കണ്ടാൽ തിരുത്താത്തതാണ് വലിയ തെറ്റ്. ആ തെറ്റിനെ ന്യായീകരിക്കുകയും അതിനെ മൂടിവെക്കാൻ ശ്രമിക്കുകയും അത്തരം കാര്യങ്ങൾ അല്ല. ഈ കാര്യങ്ങളിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ നടന്നിട്ടുള്ളതായി സംശയമുണ്ടെങ്കിൽ അത് മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഒരു ബന്ധപ്പെട്ട പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഉണ്ടായില്ല എന്നുള്ളതിൽ ഖേദമുണ്ട്. ഇവിടെ ശിവകുമാർ ചേട്ടൻ പറഞ്ഞൊരു കാര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഏത്? പോപ്പുലർ ഫ്രണ്ടുമായും ജമായത്തെ ഇസ്ലാമിയുമായും UDFനുള്ള ബന്ധം എന്നതും UDFനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നയിക്കുന്നു എന്നുള്ളതും കോൺഗ്രസിനകത്തുള്ള തർക്കം. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് തന്നെ ബുദ്ധി ഉപദേശകരായി ചില കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഇതിലൊരു അവസാനത്തിലേക്കൊന്ന് വന്നാൽ ഞാൻ ആ വിഷയം കൂടി എടുക്കാം. ഞാൻ നിർത്തുന്നു. തീർച്ചയായും.